ഒരിക്കൽ ജാതകം നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, വീട്ടിൽ നിന്ന് പ്രയോജനം ഉണ്ടാവില്ല, യാത്രക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ആളാണെന്ന് നമ്മുടെ ക്ലാസ് ടീച്ചറെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വലുതായാൽ എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ ഡോക്ടർ, എഞ്ചിനീയറൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഭരതേട്ടനാകണമെന്നാണ്. ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ശാരീരികമായ വളർച്ചയ്ക്കുള്ളൊരു പ്രസ്ഥാനം നിലനിൽക്കല്ലാതെ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു വലിയ തരത്തിലുള്ള കാര്യങ്ങളോ അതനുസരിച്ച് ബാക്കിയുള്ളവർ ഇതിപ്പോൾ നമ്മുടെ സംഘടനയ്ക്കുണ്ടായിട്ടില്ല. ഗുരുജിയെ കാണാനായിട്ട് നമ്മൾ മുന്നിൽ നിർത്തി. അപ്പോൾ നമ്മൾ നമസ്തേയൊക്കെ പറഞ്ഞതോടുകൂടി ഗുരുജി എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് തലോടൊക്കെ ചെയ്യുമ്പോൾ ആ ഗുരുജിയുടെ സ്പർശം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സൗഭാഗ്യം. അങ്ങനെയാണ് ഗുരുജി ആദ്യമായിട്ട് കാണും. അപ്പോൾ ഗുരുജി വന്നതിന് ക്യാ ഹുവാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സേതു മാധവൻ. മനസ്സിൽ തേർന്നു, അരേ ഞാൻ ക്യാ. ഈ തരത്തിൽ ചില അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഗുരുജിയോട് സംസാരിക്കാനും കാര്യങ്ങളുണ്ടായിട്ട് ഭരതേട്ടൻ നമ്മളോട് ചോദിച്ചു, ഇങ്ങനെ കാണിച്ചിട്ട് രാമ, രാവണ, ബാലി, സുഗ്രീവ, കീരി, പാമ്പ്, കടിപിടി എവിടെ എങ്ങനെയാണോ? ആ സമയത്ത് മാർക്സിസ്റ്റുകാരുടെ എതിർപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അവഗണനയും പരിഹാസമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർ ആ കാലഘട്ടത്തിൽ മാർക്സിസ്റ്റുകാർ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഈ പരിപ്പി നാട്ടിൽ വേവുകില്ല മോനെ RSSകാരാ. രാഷ്ട്രീയ സ്വയംസേവക സംഘം 100 വർഷം തികയുകയാണ്. കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ചിട്ട് 1942 തുടങ്ങിയത്. 83 വർഷം പിന്നിടുകയാണ്. ഈ സംഘപ്രവർത്തനം ആരംഭിച്ച മുതൽ, അതായത് കേരളത്തിൽ തുടങ്ങിയത് മുതൽ ഒരു ജന്മനിയോഗം പോലെ സംഘപ്രവർത്തനത്തിൽ പങ്കാളിയായ, ഓർമ്മയുറച്ച പ്രായം മുതൽ ശാഖയിൽ പോയിട്ടുള്ള, സംഘപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള, അതിൻ്റെ ഭാഗമായി പ്രചാരകനായി, കേരളത്തിൻ്റെ പ്രാന്തപ്രചാരകനായി വളരെയധികം കാലമുണ്ടായിരുന്ന, തുടർന്ന് അഖില ഭാരതീയ തലത്തിൽ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന ഒരു പ്രചാരകനാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. കേരളത്തിലെ സ്വയംസേവകരുടെ എല്ലാം സേതുവേട്ടൻ, സേതുമാധവൻ, അദ്ദേഹം മുതിർന്ന പ്രചാരകനാണ്. കേരളത്തിലെ സംഘപ്രവർത്തനത്തിൻ്റെ തുടക്കവും വളർച്ചയും അതിൻ്റെ മുന്നേറ്റവും നേരിട്ട പ്രതിസന്ധികളും അദ്ദേഹം അതിൻ്റെ ഓർമ്മകൾ നമ്മളോട് പങ്കിടുകയാണ്. സംഘത്തിന് 100 വർഷം തികയാണ് സേതുവേട്ട. അപ്പോൾ അതിലൊരു 67 വർഷക്കാലം പ്രചാരകനാണ്. അതായത് അത്രത്തോളം തുടക്കത്തിൽ തന്നെ അങ്ങ് സംഘപ്രവർത്തനത്തിലേക്ക് വന്നു. അപ്പോൾ കേരളത്തിൽ 42 തുടങ്ങി എനിക്ക് തോന്നുന്നു 10-15 വർഷത്തിനകം പ്രചാരകനായി. എങ്ങനെയാണ് സംഘത്തെക്കുറിച്ച് അറിയുന്നതും പ്രചാരകനിലേക്ക് എത്തുന്നതും? 1942 മാന്യ തേങ്കടിജി കോഴിക്കോട് എത്തി. കോഴിക്കോട് സംഘപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അടുത്ത പ്രവർത്തനം ആരംഭിക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ തേങ്കടിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യകാല പ്രവർത്തകരിൽ R. വേണുഗോപാൽ, അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് പാലക്കാട് വന്ന് ചേർന്നു വിക്ടോറിയ കോളേജിൽ. അദ്ദേഹമാണ് ഈ പാലക്കാട് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ 43 അദ്ദേഹം പഠിക്കാൻ വന്നപ്പോൾ തേങ്കടിജി കോഴിക്കോടാണ് വന്നതെങ്കിൽ മലബാർ ഭാഗത്തെ പ്രവർത്തനത്തിൻ്റെ ചുമതലയായിരുന്നു. അതുകൊണ്ട് തേങ്കടിജിയും ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് ഈ ശാഖയൊക്കെ സന്ദർശിക്കാൻ വരാറുണ്ട്. അപ്പോൾ പാലക്കാട് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ആദ്യത്തെ സ്വയംസേവകരുടെ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു 43. അപ്പോൾ എൻ്റെ ജനനം 41-ലാണ്. 43-44 ആകുമ്പോൾ കൊച്ചുകുട്ടിയായിട്ട് അച്ഛൻ്റെ കൂടെയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അച്ഛൻ രാവിലെ എണീറ്റ് ശാഖയിൽ പോകുമ്പോൾ വാശിയോടുകൂടി നമ്മളും എണീറ്റ് പോകും. ഇപ്പോൾ ശാഖ നടക്കുമ്പോൾ നമ്മൾ ഇരിക്കും. ഇപ്പോൾ സംഘത്തിൽ ചേർന്നില്ലെങ്കിലും സംഘം കണ്ടു തുടങ്ങിയത് ഒരു 3-ാമത്തെ വയസ്സിൽ തന്നെ സംഘം കണ്ടു തുടങ്ങി. കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശാഖ വൈകുന്നേരം ആരംഭിച്ച സമയത്ത് എനിക്കൊന്നൊരു 45-44, 5-ാമത്തെ വയസ്സിൽ ശാഖയിൽ പോയി തുടങ്ങി. ഒന്നും അറിയില്ല, കളിക്കാനായിട്ട് പോയി തുടങ്ങി. അങ്ങനെ സംഘത്തിൻ്റെ സ്വയംസേവനായിട്ട് വളർന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 5-ാമത്തെ വയസ്സ് മുതൽ തന്നെ സംഘത്തിൻ്റെ ശാഖയിൽ പങ്കെടുത്തു തുടങ്ങി. അങ്ങനെയാണ് സ്വയംസേന അതും വളർന്നത്. പക്ഷേ സംഘ വീടായിരുന്നു. അതുകൊണ്ട് ഏത് സംഘ അധികാരിമാർ വന്നാലും അവർ കാര്യത്തിൽ വരും, വീട്ടിൽ വരും, വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും. അതുകൊണ്ട് അവരൊക്കെ ആയിട്ടൊക്കെ ബന്ധം തേങ്കടിജിയുടെ കാലം മുതൽ തന്നെ. പിന്നീട് സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് പാലക്കാട് വന്നത് ഭരതേട്ടനായിരുന്നു, TN ഭരതൻ. അപ്പോൾ ഭരതേട്ടൻ വളരെ കൂടുതൽ വീട്ടിൽ വരുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. ഭരതേട്ടനൊക്കെ കണ്ടങ്ങനെ വളർന്നു സംഘത്തിൽ കൂടിയിട്ട്.
പ്രചാരകനാകാനുള്ളൊരു തീരുമാനം അത് വീട്ടിൽ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? പ്രചാരകനാകാനുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സംഭവമല്ല. തേങ്കടി ഒരിക്കൽ വീട്ടിൽ വന്ന സമയത്ത്, അപ്പോൾ തേങ്കടി ഞാൻ 2 വയസ്സുള്ള സമയത്ത് മറ്റാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ കണ്ടിട്ട് എന്നെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു സംഘത്തിനുള്ളവനാണെന്ന് തേങ്കടിജി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി, സംഘത്തിനാണെങ്കിൽ സംഘത്തിലാണ്. പക്ഷെ ഞങ്ങൾ വളരുന്ന സമയത്ത് ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അതുകൊണ്ട് മനസ്സിൽ ഞാൻ സംഘത്തിൻ്റെ ആളാണെന്നൊരു തോന്നൽ തന്നെത്താനുണ്ടായി. വീട്ടുകാർക്കും ഒരു ധാരണ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ സാധാരണ ഒരു ജ്യോതിഷമൊക്കെ നോക്കി കുട്ടികളുടെയൊക്കെ ജാതകമൊക്കെ നോക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഒരിക്കൽ ജാതകം നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, വീട്ടിൽ നിന്നൊരു പ്രയോജനം ഉണ്ടാവില്ല, യാത്രക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത ആളാണെന്ന് അതും കേട്ടിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ വളരെ കാര്യമായിട്ട് ഭരതേട്ടനും വരുന്നു. ഭരതേട്ടനെ അച്ഛനെ ആദരിക്കുന്നു. ഭരതേട്ടൻ വരുമ്പോൾ ഭരതേട്ടനുമായിട്ട് ആഹാരം തയ്യാറാക്കാണ്ട് അമ്മ പ്രത്യേകമായിട്ട് താല്പര്യം കാണിക്കുന്നു. അത് കണ്ടപ്പോൾ ഭരതേട്ടനെ കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ മനസ്സിലുണ്ട്. അപ്പോൾ പള്ളിക്കൂടത്തിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, 7ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വലുതായാൽ എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ചില ആൾക്കാർ ഡോക്ടർ എഞ്ചിനീയറൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഭരതേട്ടനാകണം എന്നാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചർക്ക് ഈ ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരൻ അദ്ദേഹം സ്വയംസേനാണ്. അപ്പോൾ ഈ മാഷ് പോയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഭരതേട്ടനാണെന്ന് പറയുന്നത്. നമ്മുടെ സംഘത്തിൻ്റെ പ്രചാരകനാണ്, അദ്ദേഹം ആകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തരത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സൊക്കെ പാസ്സായി കഴിഞ്ഞ ശേഷം 2-3 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഒരു 3 മാസത്തേക്ക് വിസ്താരകന്മാരായിട്ട് പോകണം എവിടെയെങ്കിലൊക്കെ. അപ്പോഴേക്കും ഞാൻ ശാഖയുടെ മുഖ്യ ശിക്ഷക്കൊക്കെ ആയിരുന്നു. അപ്പോൾ 3 മാസത്തേക്ക് പോകാനായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ വിസ്താരകമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു 3 മാസത്തെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തുടരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 3 മാസത്തെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഹരിയേട്ടനാണ് നമ്മുടെ പ്രചാരകൻ. ഹരിയോട് പറഞ്ഞാൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹരിയേട്ടൻ തമാശയ്ക്ക് പറഞ്ഞു, നമ്മുടെ സംഘത്തിൻ്റെ ആൾക്കാരുടെ ദിവസവും വർഷമൊക്കെ മനുഷ്യരുടെ അല്ല, ദേവൻ്റെയാണ്. മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവൻ്റെ ഒരു ദിവസം. അപ്പോൾ നമ്മൾ ശരിക്കും 90 ദിവസത്തേക്കാണ് വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ തുടർന്നു. പിന്നെ അങ്ങനെ പിന്നെ തിരിച്ചു പോകാനോ ബാക്കി കാര്യമൊന്നുമില്ല, അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതാണ് സംഘത്തിൻ്റെ പ്രചാരകനാകാനുള്ള പശ്ചാത്തലവും ആയതും. ആ ഒരു സമയത്ത് ഇപ്പോൾ പൊതുവേ ഒരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു അവഗണനയുടെയും പിന്നെ എതിർപ്പിൻ്റെയും പിന്നെ അംഗീകാരത്തിൻ്റെയും ഒക്കെ സേതുട്ടൻ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ഒരു അവഗണിക്കപ്പെടുന്ന ഒരു സംഘടനയായിരുന്നല്ലോ ആ ഒരു സമയത്തൊക്കെ. അതെങ്ങനെയാണ് ആദ്യം പ്രചാരകനായിട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ അതെങ്ങനെയാണ്? ഞാൻ പാലക്കാട് നിന്ന് കൊഴിഞ്ചാമ്പാറ, ചിറ്റൂർ ആ ഭാഗത്താണ് സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ആദ്യം പോയത്. അപ്പോൾ ആ സമയത്ത് അതിനു മുമ്പ് തന്നെ അവിടെ കൊഴിഞ്ചാമ്പാറയിൽ ശാഖ തുടങ്ങി. അത് പാവപ്പെട്ട ആൾക്കാരാണ്, കൃഷിക്കാരും അതേപോലെ തന്നെ വണ്ടിപ്പണി ചെയ്യുന്ന ആൾക്കാർക്കായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ പോയപ്പോൾ ഈ സംഘത്തിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള നിലയ്ക്ക് ഒരു ആശയപരമായിട്ടുള്ള എതിർപ്പോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. സംഘം നല്ല കാര്യമാണ്, ഹിന്ദുക്കളെ സംഘടിപ്പിക്കലാണ്. നമ്മുടെ പോയ സമയത്തൊക്കെ ആൾക്കാരുടെ കൂട്ടത്തിൽ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണ്. ചിറ്റൂരിലാണ് പിന്നെ ആദ്യമായിട്ട് സംഘം തുടങ്ങുമ്പോൾ കൊഴിഞ്ഞാമ്പാറ ശാഖണി ചിറ്റൂർ അവിടെയാണ് സെൻറ്റർ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ശാഖ തുടങ്ങണം. അപ്പോൾ ഞാൻ ചില സ്കൂൾ വിദ്യാർത്ഥികളെ പോയി പരിചയപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, വൈകുന്നേരം സംബന്ധിച്ച കായിക പരിപാടികളൊക്കെ ഉണ്ട്, അഭ്യസിക്കാൻ സാധിക്കും, കളികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ശാഖ തുടങ്ങി. ഒരു സംഘടനാപരമായിട്ടുള്ള നിലയ്ക്ക് ഇതല്ല, പക്ഷേ കുട്ടികൾക്ക് കളിക്കാനും വ്യായാമം ചെയ്യണം, അവർ കായികാഭ്യാസങ്ങൾക്ക് ചെയ്യാനുള്ള സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ നാട്ടിൽ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, അവിടെ ഒരു CP കേശവൻ എന്നിട്ടൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അതുപോലെ നാട്ടിൽ ചില പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ പോയി പരിചയപ്പെടും. നമുക്ക് പ്രായം കുറവാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട്, ഹിന്ദുക്കളുടെ എന്നുള്ളൂ. ആ തരത്തിൽ അവരുടെ താല്പര്യം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ശാരീരികമായുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കല്ലാതെ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു വലിയ തരത്തിലുള്ള കാര്യങ്ങളോ അതനുസരിച്ച് ബാക്കിയുള്ളവർ ഇതിപ്പോൾ നമ്മുടെ സംഘടനയ്ക്കുണ്ടായിട്ടില്ല. പാലക്കാട് സംഘടന വളരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ മുദ്രാവാക്യം ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ തരത്തിലാക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയ സ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു ശാഖാപ്രവർത്തനം അത് വളരെ നല്ലപോലെ നടത്താനും അതിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം വന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ 3 മാസത്തിന് ശേഷം പിന്നെ അടുത്ത തൊടുപുഴയിലും നമ്മുടെ നാരായൺജി, അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചാരക്കാരനായിരുന്നു, പഠിക്കാൻ വന്നിരുന്നു. അതിനുശേഷം പ്രചാരക്കായി. അപ്പോൾ ആ സമയത്ത് സംഘശാഖകൾ തുടങ്ങിയിരുന്നു. MA കൃഷ്ണൻ എന്നുള്ള ഒരാൾ, നമ്മുടെ MS സാറ്, അവിടെ 1 വർഷം പ്രചാരക്കായിട്ട് പ്രവർത്തിച്ചു. അതിനെ തുടർന്നാണ് ഞാൻ പോകുന്നത്. പക്ഷേ MA സാറിൻ്റെ കോണ്ടാക്ട് കൊണ്ട് വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാവരും സംഘത്തിൻ്റെ അനുകൂലമായിരുന്നു. അവർക്കെല്ലാവർക്കും സംഘം വളരുന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ നിലയ്ക്ക് മുതിർന്ന ആൾക്കാരുടെ സാമാന്യമായിട്ടുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. നാരായൺജിയുടെ വീടുമായിട്ടുള്ള ബന്ധം പോകുമ്പോൾ അവരുടെ വീട്ടിൽ മകൻ പ്രചാരകനായിട്ട് വന്ന സമയത്ത് നാരായൺജിയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു കുടുംബത്തിലെ അച്ഛനമ്മമാരിൽ കിട്ടുന്ന സ്നേഹവും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പ്രവർത്തനം തൊടുപുഴയിലും നമുക്ക് ഈ സംഘപ്രവർത്തനത്തിന് കാര്യമായിട്ടുള്ള എതിർപ്പ് ആ സമയത്തുണ്ടായിട്ടില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ പോയാൽ പ്രത്യേകിച്ച് അടുത്തൊരു തലമുറയെ വളർത്തിയെടുക്കാൻ നിൽക്കുന്ന സമ്പർക്കമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വന്നത് കോട്ടയം ജില്ലയിലെ കിഴക്കൻ ഭാഗങ്ങളിൽ വാഴൂർ പ്രദേശത്തായിരുന്നു. ആനിക്കാട് എന്നുള്ള സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളാണ് ആനിക്കാട്, കോത്തല, കൂറോപ്പട, ളാക്കാട്ടൂർ, വാഴൂർ, കൊടുങ്ങൂർ, ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരുന്നു. പൊതുവെ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാനുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് സാമാന്യമായിട്ടുള്ളൊരു നല്ല പിന്തുണയും കാര്യമായിട്ടുള്ളൊരു എതിർപ്പൊന്നും ഒരു സ്ഥലത്തുണ്ടായിട്ടില്ല. അവിടെയുള്ള സമയത്താണ് പിന്നെ പാല കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പാലയിൽ അന്ന് പിന്നെ ഇന്ന ജില്ല, ഇന്ന സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല. കൈ എത്താവുന്ന ദൂരത്തൊക്കെ പോയിട്ട് ശാഖ തുടങ്ങാം, ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് ആനിക്കാട് നിന്ന് പൊൻകുന്നത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ പൊൻകുന്നത്തും വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. മറ്റേ മഞ്ഞപ്പള്ളി രാമകൃഷ്ണപിള്ള എന്നുള്ള വലിയ NSSൻ്റെ അങ്ങനെയുള്ളവരെല്ലാവരും നമ്മുടെ സംഘത്തിൻ്റെ സപ്പോർട്ടേഴ്സ് വന്നിരുന്നു. മന്നത്തിൻ്റെയൊക്കെ സ്വാധീനമുള്ളതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ് ടു എരുമേലി പോയിട്ട് നമുക്ക് സംഘശാഖാസമയത്ത് തുടങ്ങാൻ സാധിച്ചു. അതേപോലെ തന്നെ പാലയിലും പോയത്. പാലയിൽ ഞാൻ ആദ്യം പോയിട്ട് പരിചയപ്പെട്ടത് രാമകൃഷ്ണ മിഷനിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഒരു രാമൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ആനിക്കാട്ടെ, അത് NSSൻ്റെ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേന്ദ്രം പാലയിലായിരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ അവിടെയും സംഘത്തിൻ്റെ ശാഖ. ആകെ നമുക്കൊരു ചെറിയ അനുഭവം ഉണ്ടായത്, നമ്മുടെ ഹിന്ദു കുട്ടികൾക്കിങ്ങനെ ശാഖയിൽ വരാൻ തുടങ്ങിയെന്നൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കിതെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ തോന്നിയിരുന്നു. നേരിട്ട് എതിർക്കുന്നതിന് പകരം അവർ ഈ ശാഖയിൽ വരുന്ന യുവാക്കന്മാരുണ്ട്, കിഷോരന്മാരായിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ പഠിത്തങ്ങൾ ഞങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. ഈ രക്ഷാക്കന്മാരെ പോയി കണ്ടിട്ട്, നിങ്ങളുടെ പയ്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന ഇടയ്ക്കല്ലേ, കടയിലേക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് 3 മുഖ്യശിക്ഷകന്മാരെ അവർ ശാഖയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അവരുടെ സ്ഥാപനത്തിൽ ജോലി കൊടുത്ത് ഈ പ്രവർത്തനം തടസ്സാനായിട്ട് പരിശ്രമിച്ചിരുന്നു. അപ്പോൾ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഹിന്ദു സംഘടനയുടെ പ്രവർത്തനം അവർ വളരെ അപകടമായിട്ട് കൊണ്ടു. പക്ഷേ അതുണ്ടായാലും നമ്മുടെ സംഘടനാ പ്രവർത്തനം തുടർന്നു. പക്ഷേ ഈ സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ബോധപൂർവ്വമുള്ള ചില പരിശ്രമം നടക്കുന്ന എങ്ങനെയാണ്, ബുദ്ധിപൂർവ്വം എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു. ആദ്യത്തെ അനുഭവം നമുക്ക് അവിടെ നിന്നുണ്ടായത്. ആദ്യത്തെ ഈ തുടക്കത്തിൽ ഗുരുജി അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം കേരളത്തിലെത്തുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഗുരുജിയെ കണ്ട ഒരു സാഹചര്യം, അത് ഗുരുജിയെ കണ്ടിട്ടുള്ള ആദ്യത്തെ ഒരു അനുഭവം 1948 സംഘത്തിൻ്റെ നിരോധനം കഴിഞ്ഞ ശേഷം പരമപൂജനീയ ഗുരുജി, എനിക്കിപ്പോൾ ഓർമ്മയില്ല, മംഗലാപുരത്തു നിന്നാണോ കൊച്ചിയിൽ നിന്നാണോ ട്രെയിനിൽ പാലക്കാട് കൂടെ കടന്നു പോകുന്നു എന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളാണ് ശാഖയിൽ. അപ്പോൾ ഗുരുജി നിരോധനം കഴിഞ്ഞ് ജയിൽ ജീവിതം കഴിഞ്ഞിട്ട് പുറത്തു വരികയാണ്. മംഗലാപുരം മദ്രാസിലേക്ക് പോകുന്ന സമയം.
അപ്പോൾ നമ്മുടെ ശാഖയിൽ പറഞ്ഞു ഗുരുജിയെ കാണാൻ എല്ലാവരും പോകണം, അദ്ദേഹത്തെ പുഷ്പവഴി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കുട്ടിയായിരുന്നു, എനിക്ക് പോകാനും അതുമില്ല. എന്നേക്കാൾ മൂത്ത ഒരു 3 വയസ്സുള്ള ജ്യേഷ്ഠനുണ്ട്, അവരെല്ലാവരും കൂടിയിട്ട് പോവും. അപ്പോൾ കുട്ടികളൊന്നും വരേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പറഞ്ഞു. പക്ഷേ ശാഖയിൽ ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് നമുക്ക് ഇവരുടെ പുറകെ പോകാം എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. അവരെ കാണാതെ പുറകിൽ പതുങ്ങി കുറച്ച് പിന്തുടർന്ന് നമ്മൾ പോയി. കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വരുന്നവർ കണ്ടു. പിന്നെ തിരിച്ചയക്കാൻ നിർത്തിലുണ്ട്, അവരുടെ കൂടെ പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗുരുജിക്ക് എല്ലാവർക്കും പൂക്ക് എറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊക്കം കഴിഞ്ഞാലും ഗുരുജിയെ കാണാനായിട്ട് നമ്മൾ മുന്നിൽ നിർത്തി. അപ്പോൾ നമ്മൾ നമസ്തേയൊക്കെ പറഞ്ഞതോടുകൂടി ഗുരുജി ഓ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് തലോടൊക്കെ ചെയ്യുമ്പോൾ ആ ഗുരുജിയുടെ സ്പർശം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സൗഭാഗ്യം. അങ്ങനെയാണ് ഗുരുജി ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ 1951 പാലക്കാട് പ്രാരിയിൽ വെച്ചിട്ടൊരു ക്യാമ്പ് നടന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള സ്വയം സേവയുടെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ അച്ഛനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ കുട്ടികളായതുകൊണ്ട് നമുക്ക് പോകാൻ നിവൃത്തിയില്ല. പക്ഷേ തലേ ദിവസം ആ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ധ്വജസ്തംഭം പെയിൻറ്റ് ചെയ്യണം, അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. നമ്മുടെ ശാഖയിലെ സ്വയംസേവർ അവിടെ പോരും. അപ്പോൾ എനിക്ക് കിട്ടിയ ചുമതല ആ ധ്വജസ്തംഭത്തിൻ്റെ ബാക്കിൽ വെച്ച് ഞാൻ ഡ്രൈവ് ചെയ്താൽ മതി, ഇപ്പോൾ ബാക്കിയുള്ളവർ പെയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം പിറ്റേ ദിവസം ജ്യേഷ്ഠനും അച്ഛനൊക്കെ ക്യാമ്പിൽ പോയി. എനിക്ക് പോകാൻ നിവൃത്തിയില്ല. ഞാൻ വാശി പിടിച്ചു. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് എവിടെയെങ്കിലും പോകുന്നുണ്ട് ഗണപേക്ഷത്തിന്. പക്ഷേ പോകാനുള്ള വഴിയായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ക്യാമ്പിൽ പോയപ്പോൾ മുമ്പിൽ ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം സംഘത്തിൻ്റെ. പിന്നെ ഞാൻ ക്യാമ്പിൽ പോയി. അങ്ങനെ ക്യാമ്പ് ഫീസ് കൊടുക്കാതെ ക്യാമ്പിൽ ഇറങ്ങാതെ ഒരു ദിവസം അവിടെ താമസിച്ചു. അത് ഗുരുജി പങ്കെടുത്തൊരു വലിയ ക്യാമ്പായിരുന്നു. അതായിരുന്നു ഗുരുജി രണ്ടാമത്തെ കണ്ട സന്ദർഭം. ഗുരുജി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ പ്രചാരകമായിട്ട് കണ്ട്? അല്ല, പ്രചാരകമൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം നമ്മുടെ അനവധി ബൈഠക്കുകളും കാര്യങ്ങളൊക്കെ വരില്ല. ഞാനിപ്പോൾ പ്രചാരകമായ ശേഷം ഗുരുജിയുടെ ആദ്യത്തെ ഒരു സംഗതി പൂജന് 1961 നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് സംഘശിക്ഷാവർഗം നടക്കണം. ആ സംഘശിക്ഷാവർഗിൽ പൂജന് ഗുരുജി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രബന്ധക്കായിട്ട് 58 വിചാരിക്കുക ഗുരുജിയുടെ പ്രബന്ധക്കായിട്ട് ഞാൻ ആ ഓഫീസുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ മുതൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കൂടുതൽ അങ്ങനെ സംസാരിക്കലുന്നില്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാം. രാത്രി ബൈഠക്ക് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കുറങ്ങാനുള്ള വ്യവസ്ഥ ചെയ്യാം. ഈ തരത്തിലൊക്കെ പൂജയായിട്ട് ഗുരുജിയായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ. ബൈഠക്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കുറച്ച് കഴിഞ്ഞ ശേഷം ശാഖയുടെ കോട്ടയത്ത് വെച്ചിട്ട് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു തിരുനക്കര മൈതാനത്ത്. അപ്പോൾ തിരുനക്കര മൈതാനത്ത് ഫങ്ഷൻ നടക്കുമ്പോൾ ഞാൻ യോഗജാബിൻ്റെ ശിക്ഷക്കായിട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ടവല്, പണ്ടത്തെ ടർക്കി ടവൽ പോലെ കയ്യിൽ വയ്ക്കുന്നൊരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടർക്കി ടവൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം എടുക്കുന്നത്. ഗുരുജിയുടെ പരിഭാഷപ്പെടുത്താൻ പരമേശ്വരി അവിടെ ഇരിക്കുന്നുണ്ട്. ടേക്ക് ദ ടവൽ ഫ്രം ഹിം എന്ന് പരമേശ്വരി പറഞ്ഞു. പരമേശ്വരി ഇറങ്ങി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ പിന്നീട് പരമേശ്വരി പറഞ്ഞു, ഞാനത് ടവൽ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഒന്ന് പിടിവലിയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഒരു മനസ്സിൽ പേടിയുണ്ടായിരുന്നു. ചെറിയ ചെറിയ സംഗതികൾ പോലും പൂജന് ഗുരുജി ശ്രദ്ധിക്കുന്നത്. 62 ഞാൻ OTC പോകുന്നു, മദ്രാസിൽ ഫസ്റ്റ് ഇയർ OTC. തേർഡ് ഇയറിലാണ് ശരിക്കും. 58 എൻ്റെ ഫസ്റ്റ് ഇയർ OTC. അതിൽ പൂജന് ഗുരുജി വന്നിരുന്നു. പക്ഷെ ഞാൻ OTC പോകുന്നത് അസുഖമായിട്ടാണ്, പനിയുണ്ടായിരുന്നു. പക്ഷേ പോകണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും വാശിയോട് കൂടി പോയി. അച്ഛനാണ് എൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് യാത്ര അയച്ചത്. ക്യാമ്പിൽ പോയി തന്നെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഗുരുജി ആദ്യം തന്നെ ക്യാമ്പിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം സംഘസ്ഥാനത്തൊക്കെ പോയ ശേഷം മെഡിക്കലിലെ ആൾക്കാരെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഗുരുജി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഗുരുജി എന്താ പേരെന്നൊക്കെ ചോദിക്കും വിചാരിച്ചിട്ട്. അപ്പോൾ ഗുരുജി വന്നതിന് ക്യാ ഹുവാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സേതു മാധവൻ. മനസ്സിൽ തേർന്നു, അരേ ഞാൻ ക്യാ
ഈ തരത്തിൽ ചില അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ കുറിച്ചാണ് സംസാരിക്കാനും കാര്യങ്ങളുണ്ടായിട്ട്. ആദ്യകാല പ്രചാരകന്മാർ ടി എൻ ഭരതേട്ടൻ, പരമേശ്വർജി, ഭാസ്കർ റാവുജി 46 വന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം, ഭരതേട്ടനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. മിക്കവാറും ഭരതേട്ടൻ വീട്ടിൽ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഞാനും ജ്യേഷ്ഠനും നമ്മൾ 2 വയസ്സ് വ്യത്യാസമാണ്. മിക്കവാറും നമ്മൾ തമ്മിൽ അടിപിടിയും ബഹളവും ഉണ്ടാവും, പക്ഷെ നല്ല സ്നേഹമാണ്. അപ്പോൾ ഒരിക്കൽ ഭരതേട്ടൻ വന്ന സമയത്ത് അമ്മ ഭരതേട്ടനോട് പറഞ്ഞു, ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ് എപ്പോഴും. അപ്പോൾ ഭരതേട്ടൻ നമ്മളോട് ചോദിച്ചു, ഇങ്ങനെ കാണിച്ചിട്ട്, രാമ രാവണ ബാലി സുഗ്രീവ കീരി പാമ്പ് കടിപിടി എവിടെ എങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇത് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ അമ്മ അങ്ങനെ കടിപിടിയൊക്കെ ആണെങ്കിൽ ശരി, വലിയ സ്നേഹമാണ്, അവർ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിക്കും കാര്യങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സംഗതി ഭരതേട്ടനെ കുറിച്ചുള്ളൊരു അടുപ്പവും കാര്യങ്ങളും. ഇപ്പോൾ ഭരതേട്ടൻ 1948 ആ സമയത്ത് പാലക്കാട് പ്രചാരക്കാണ്. സംഘത്തിന് 48 നിരോധിച്ചു. അപ്പം അച്ഛനൊരു റേഷൻ കടയായിരുന്നു കൽപ്പാത്തി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണും, നമ്മൾ ഞായറാഴ്ചയൊക്കെ കടയിൽ പോകുമ്പോൾ ഭരതേട്ടൻ ഒഴിവിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛനായിരുന്നു. ഈ ജയിലിൽ പോകുന്ന ആൾക്കാരും അതുപോലെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതുകൊണ്ട് പൈസ അച്ഛനോട് വാങ്ങിക്കാനാണ് കടയിൽ വരുന്നത്. ഈ ശാഖ നടക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത, കൽപ്പത്തിയിലായിരുന്നു വടക്കാട്, വടക്കന്തര മൂത്താന്തര ഭാഗത്താണ് ശാഖ. അപ്പോൾ അവിടെ വരുമ്പോൾ അറിയില്ല. അപ്പോൾ ഭരതേട്ടൻ എങ്ങനെ വീട്ടിൽ വരുമ്പോഴും ഈ കടയിൽ വരുന്ന സമയത്തൊക്കെ ആ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ പാലക്കാട് വന്നത് ഹരിയേട്ടനുള്ള സമയത്താണ് ഞാൻ സംഘത്തിൻ്റെ വർക്കർ എന്നുള്ള നിലയ്ക്ക് വളരുന്നത്. ഹരിയേട്ടനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം, ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ബാലസ്വയംസേവരുടെ ഒരു ക്യാമ്പുണ്ടായി. ആ ബാലസ്വയംസേവരുടെ ക്യാമ്പിൽ നമ്മൾക്ക് ബാലസ്വയംസേവരുടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഹരിയേട്ടൻ മുഖ്യ ശിക്ഷക ആ ക്യാമ്പിൻ്റെ. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ദിവസം ഊണ് വളരെ ലേറ്റായി. അപ്പോൾ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഊണ് കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ അവിടെ പോയ ഊണായിട്ടുമില്ല. അപ്പോൾ ഹരിയേട്ടൻ നമ്മളെ എൻഗേജ് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ കൂടി. ഇവിടെ നിന്നൊരു ശരിക്കും കുറച്ച് ദൂരം നടന്നാലാണ് അവിടെ. പക്ഷേ ഹരിയേട്ടൻ പറയുന്നത് നമ്മൾക്ക് ഭജന പാടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ, അതുകൊണ്ട് നേരെ പോയിരിക്കരുത്. അപ്പോൾ ഭജന ബിജരംഗ് ഭീർ ജരംഗ് ഭീം ഹരിജൻ ജാന ജയ് ബോലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭജന പാടും. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അദ്ദേഹം ഒരു മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മളൊരു മുന്നിൽ സ്റ്റെപ്പ് വയ്ക്കുക, അദ്ദേഹം പുറകോട്ട് വരുമ്പോൾ പുറകോട്ട് വരിക എന്ന് പറഞ്ഞ് ഈ തരത്തിലൊരു ഗീതം പാടിയിട്ട് ഇവിടുന്ന് അവിടെ എത്താൻ അരമണിക്കൂറിൽ കൂടുതൽ എടുത്തു. അപ്പോഴേക്കും നമ്മൾ വേറെ കുടിച്ച് ഊണിന് അപ്പോഴേക്കും ഊണുമായി. അപ്പോൾ അതുകൊണ്ട് ബാലസ്വയംസേവരെ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുക അന്ന് ആ സമയത്ത് ഹരിയേട്ടനെ സംബന്ധിച്ചൊക്കെ നമുക്കൊരു ആദരവ് അതായിരുന്നു. ഈ 48 നിരോധനത്തിൻ്റെയും ഒളിവിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെയും സത്യഗ്രഹവും അങ്ങനെ പ്രശ്നങ്ങളും അറസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഭരതേട്ടൻ ആ സമയത്ത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും. അച്ഛനൊക്കെ അറസ്റ്റ് ചെയ്യാതെ പുറത്തിരുന്നു. എൻ്റെ അമ്മാവൻ ഹെഡ് മാസ്റ്ററായിരുന്നു സ്കൂളിൽ. അന്ന് ഒരു മാനേജ്മെൻറ്റ് നമ്മുടെ മുത്തശ്ശൻ്റെ ആയിരുന്നു. അമ്മാവനെ അറസ്റ്റ് ചെയ്തിട്ട് അമ്മാവൻ ജയിലിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പാലക്കാട് ഈ ശാഖ തന്നെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, ജയിലിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ആ നിലയ്ക്ക് ഭരതേട്ടൻ ആ സമയത്ത് ജയിലിൽ പോകാതെ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കലായിരുന്നു. ശിബിരം നടന്ന സമയത്ത്, ആ സമയത്ത് ശിബിരം നടന്നിരുന്നു. അപ്പോൾ 2 ദിവസത്തിന് മുന്നേ തന്നെ ഗാന്ധിജി മരിച്ച വാർത്ത കേട്ടിട്ട് നിർത്തി എല്ലാവരും അപ്പോൾ ആക്രമിക്കാനായിട്ട് വന്നതെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആ തരത്തിലുള്ള സംഭവം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കേരളത്തിലാകെ പിന്നീട് നമുക്കറിയാൻ സാധിച്ചത് മാന്യ മാധവ്ജി തലശ്ശേരിയിൽ പ്രചാരകയായിരുന്നു. അപ്പോൾ കോഴിക്കോട് കോവിലത്തോട് ബന്ധപ്പെട്ട ഒരു രാജ തമ്പുരാൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ, എന്നീ ബൽറാം അദ്ദേഹം ഈ വീട്ടിൽ വന്നു. ഇവിടെ RSകാർ താമസിക്കുന്നുണ്ട്, ആയുധങ്ങൾ വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വീട് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ വന്നതായിട്ടും, ആ സമയത്തടുത്ത് രാമനാഥൻ എന്ന് പറഞ്ഞൊരു വക്കീൽ അടുത്ത വീട്ടിലുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ വന്നു. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, ശരി ഒരു സെർച്ച് ചെയ്യാനുള്ള അനുവാദം കൊടുത്തേക്കും
അവരൊക്കെ സെർച്ച് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ ബാലറാം പറഞ്ഞു, ഞങ്ങൾ വീട് സെർച്ച് ചെയ്തു, ഒന്നും കണ്ടു കിട്ടിയില്ല, ഇനിയിപ്പോൾ നിങ്ങൾ നാളെ പരാതി കൊടുക്കരുത്, എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാമനാഥൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് ഒന്നും കണ്ടെടുത്തില്ല എന്ന് നിങ്ങളും എഴുതി തരണം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ ചില ആൾക്കാർ വരും, അപ്പോൾ നിങ്ങൾക്കത് വന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കാണിക്കാമല്ലോ. അപ്പോൾ ആ തരത്തിൽ എഴുതി കൊടുത്തു. ഈ ലെറ്ററുമായിട്ട് വക്കീൽ നേരെ കോടതിയിൽ പോയി, അനധികൃതമായിട്ടുള്ള എഴുതി. അതുകൊണ്ട് ആ സമയത്ത് ആ കേസിൽ ഈ ബലറാമൻ ചില ആൾക്കാരും ശിക്ഷിക്കപ്പെട്ടു, ഒരു 3 മാസത്തേക്ക് എന്ത് ജയിലില്ല. അങ്ങനെ സംഘത്തിൽ ശരിക്ക് സംഘത്തിൻ്റെ വീടുകൾ ആക്രമിക്കുക, ബാക്കി കാര്യങ്ങളുണ്ടായിട്ടില്ല. അത് കാരണം അത്ര വലിയ ഇതല്ല. പക്ഷേ ഇതുണ്ടായിരുന്നു. ആ സമയത്ത് മാർക്സിസ്റ്റുകാരുടെ എതിർപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അവഗണനയും പരിഹാസമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർ ആ കാലഘട്ടത്തിൽ മാർക്സിസ്റ്റുകാർ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഈ പരിപ്പി നാട്ടിൽ വേവുകില്ല മോനെ RSSകാരാ എന്നുള്ളതായിരുന്നു ഒന്ന്. 2, പലപ്പോഴും നമ്മുടെ ശാഖകളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ഉത്തരഭാരതത്തിലെ സംഘത്തിൻ്റെ സ്വാധീനം കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം. അതുകൊണ്ട് പല സ്ഥലത്തും വീടുകളിൽ പോയിട്ട് കുട്ടികളെ ശാഖയിൽ അയക്കരുതെന്ന് പറയുക, പല സ്ഥലത്തും സംഘസ്ഥാനിൽ കയറിയിട്ട് കാരമുള്ളുകളും ബാക്കി കാര്യങ്ങളുടെ സംഘസ്ഥാനം വൃത്തിയാക്കുക, ഈ തരത്തിലുള്ള കുറച്ചൊരു ധാരാളം രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. ഓപ്പണായിട്ട് സംഘത്തിനെ എതിർക്കാനും ആ തരത്തിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഉണ്ടായത് ഈ ഇതല്ലാതെ കേരളത്തിൽ ആ തരത്തിലുള്ള മാറ്റം. മറ്റ് സ്ഥലങ്ങളിൽ മുഴുവൻ സംഘത്തിന് ഗാന്ധിയെ കൊന്ന ഉടനെ തന്നെയുള്ള സംഘത്തിൻ്റെ സ്വയം സേവന ആക്രമണമുണ്ട്. കേരളത്തിൽ അത്ര ഇതിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ 64-ലാണല്ലോ കേരള പ്രാന്തം ത്തിലേക്ക് മാറുന്നത്, കേരളം പ്രത്യേക ഒരു പ്രാന്തമായിട്ട് മാറുന്നത്. അപ്പോൾ 60 മുതൽ 64 വരെ കുറച്ചൊരു കുതിപ്പിൻ്റെ കാലമായിരുന്നോ? എങ്ങനെ ആയിരുന്നു? അതെ, 64 നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം ഈ തരത്തിൽ വളർന്നുകൊണ്ട് ഒരു 60 കാലൊക്കെ ആകുമ്പോഴേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം കഴിയും. പ്രത്യേകിച്ച് 1948 സംഘ സത്യാഗ്രഹത്തിൽ സംഘത്തിനെതിരായിട്ടുള്ള നിരോധനം ഉണ്ടല്ലോ. ആ നിരോധന സമയത്ത് നമ്മുടെ മാന്യ ഭാസ്കർ റാവു മാത്രമാണ് ഔട്ട്സൈഡ് പ്രവർത്തിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് പുറമേ നിന്നല്ല എല്ലാവരും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭാസ്കർ റാവു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥലം മംഗലാപുരമാണ് എഴുതി കൊടുത്തുകൊണ്ട് മംഗലാപുരം വന്ന് ഇതാണ്. അതുകൊണ്ട് മംഗലാപുരത്തു നിന്ന് കേരളത്തിലൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. മലബാർ ഭാഗവും തമിഴ്നാടും ഒരു സംസ്ഥാനമായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ അവിടെയും സഞ്ചരിക്കാം. കൊച്ചിയും തിരുവിതാംകൂറും സ്വതന്ത്ര സംസ്ഥാനങ്ങളായിരുന്നു, അവിടുത്തെ അത്രയും കർക്കശത ഇല്ല. അതുകൊണ്ട് മുഴുവൻ കേരളത്തിൽ ഫ്രീ ആയിട്ട് സഞ്ചരിച്ച് സംഘപ്രവർത്തനം സംഘടിപ്പിക്കാം അണ്ടർഗ്രൗണ്ട്, അതിന് സൗകര്യമില്ല. അതുകൊണ്ട് നമ്മുടെ നല്ല സത്യാഗ്രഹ ബാച്ചും ധാരാളം ശ്രമിച്ചു. അതിനുശേഷം സംഘത്തിൻ്റെ ഒരു ഉയർച്ചയും സ്വീകാര്യതയും ഒക്കെ ഉണ്ടായി. സംഘ നിരോധനം കഴിഞ്ഞ ശേഷമുള്ള കാര്യം ശരിക്കും നോക്കുമ്പോൾ നമ്മുടെ 60കളാവുമ്പോഴേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ വ്യാപകമായിട്ട് വന്നു തുടങ്ങി. ആ സമയത്താണ് 1948 ഞാൻ പറഞ്ഞത് വിട്ടുപോയി, 48 പൂജനീയ ഗുരുജിയുടെ കേരള സന്ദർശനം ഉണ്ടായിരുന്നു. ആ കേരള സന്ദർശന സമയത്ത് മാർക്സിസ്റ്റുകാർ പരസ്യമായിട്ട് തിരുവനന്തപുരത്ത് പരമേശ്വരിയെ മുഖ്യ ശിക്ഷക്കായിരുന്നു. ആ പരിപാടി കയറി ആക്രമിക്കാനൊക്കെ ആയിട്ട് തയ്യാറായി. ഗുരുജി ഗോൾവൽക്കർ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞു. അതിനെ സ്വയംസേവർ കൈകാര്യം ചെയ്തു. അതിനെക്കുറിച്ചാണ് പിന്നീട് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞത്. അന്ന് ഗുരുജിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് എൻ്റെ പുറത്തതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട്. അതാണ് ശരിക്കും കേരളത്തിലൊരു എതിർപ്പ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടായത്. പിന്നീട് സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ 1964 ആകുമ്പോഴേക്ക് തമിഴ്നാട്ടിനേക്കാൾ കൂടുതൽ സംഘപ്രവർത്തനം കേരളത്തിൽ വളർന്നു. മാന്യ ഭാസ്കർ റാവു കേരള സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. 64 കേരള സംസ്ഥാനം വേറെ ആയില്ലെങ്കിലും കേരളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനം നോക്കിയിരുന്നത് ഭാസ്കർ റാവായിരുന്നു. യാത്ര ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ദത്താജി എന്നുള്ള അദ്ദേഹം പ്രാന്ത പ്രചാരക്കായിട്ട് വരാനുണ്ടായിരുന്നു. 64 കേരള സംസ്ഥാനമായതോടെ മാന്യ ഭാസ്കർ റാവു കേരള സംസ്ഥാനത്തെ പ്രാന്ത പ്രചാരക്കായി. കോട്ടയത്തെ എൻ ഗോവിന്ദമേനോൻ അദ്ദേഹം അവിടുത്തെ ജില്ലാ സംഘചാലക്കായി. അദ്ദേഹം പ്രാന്ത സംഘചാലക്കായി. അതേപോലെ തന്നെ ഡി നാരായണപ്പ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ്, അദ്ദേഹം ആലപ്പുഴയിലെ വക്കീലായിരുന്നു. അദ്ദേഹം നമ്മുടെ പ്രാന്ത കാര്യവാഹക്കായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചു. അതുകൊണ്ട്
1950 ശേഷമുള്ള 60 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി അനവധി പ്രചാരകന്മാർ 51 തന്നെ ഹരിയേട്ടൻ പ്രചാരകനായി. 51 ആ കാലഘട്ടത്തിൽ പരമേശ്വർജി അദ്ദേഹത്തിൻ്റെ പരീക്ഷ മുഴുവൻ എഴുതാതെ പ്രചാരകനാൻ ആഗ്രഹിച്ചെങ്കിലും ദാദാജി സമ്മതിച്ചില്ല. പരീക്ഷ എഴുതി വന്നു. പിന്നെ പരീക്ഷ എഴുതിയിട്ട് അദ്ദേഹം ഓണേഴ്സായിട്ട് പാസ്സായി. അങ്ങനെ 50 മുതൽ കേരളത്തിലെ പ്രചാരകൻ വന്നു. പരമേശ്വർജി, ഹരിയേട്ടൻ, ഒരു VP ജനാർദ്ദനോട് ഉണ്ടായിരുന്നു. 49 ആകുമ്പോഴേക്ക് തന്നെ കോഴിക്കോട്ടിൽ നിന്ന് മാധവ്ജി, വേണുട്ടൻ, അതേപോലെ തന്നെ TN ഭരതൻ്റെ ജ്യേഷ്ഠൻ മാർത്താണ്ഡേട്ടൻ, ഈ തരത്തിലുള്ള ബാച്ച് കേരളത്തിലുള്ള ആദ്യത്തെ പ്രചാരകന്മാർ വന്നു. അവർ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയിട്ട് സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. ആ ഒരു സമയത്തായിരുന്നല്ലോ ഈ രാമസിംഹൻ ആ ഒരു കൊലപാതകങ്ങളുമൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്ന് സംഘം അത്ര ശക്തമായിട്ടില്ല. എങ്കിൽ പോലും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനൊക്കെ ശങ്കരശാസ്ത്രിജിയുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആ ഒരു കാര്യം എങ്ങനെ? 47 ഭാരതം സ്വതന്ത്രമാകുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഈ രാമസിംഹൻ കൊലക്കേസ് നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ മലപ്പുറം ജില്ലയുടെ ആ ഒരു ഖിലാഫത്ത് മൂവ്മെൻറ്റും മാപ്പിള ലഹളയും കഴിഞ്ഞ ശേഷം ഉത്തരഭാരതത്തിൽ നിന്ന് ഈ ഇവരുടെ ബുദ്ധസിംഗ് ആര്യ സമാജക്കാർ അവർ കോഴിക്കോട് വരികയും ആൾക്കാരെ മതമാർപ്പോട്ടുള്ള തിരിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പരിശ്രമം നടക്കുന്നില്ല. ശരിക്കും ഇതിനു മുമ്പ് രാമസിംഹൻ്റെ കാര്യങ്ങൾ ഒരു മുന്നാൻ സാഹിബ്, അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്നൊരു സ്വപ്നം കാണുന്നു. ആദ്യം കുഴിഞ്ഞെടുക്കുമ്പോൾ ക്ഷേത്രം കാണുന്നു, പുനരുദ്ധിക്കാൻ തയ്യാറായി. ആ സമയത്ത് നമ്മുടെ ആൾക്കാർക്കായിട്ട് ഇവിടുത്തെ അങ്ങാടിപ്പുറത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ണിയാൻ സാഹിബിനെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം മറ്റേ കോഴിക്കോട് പോയിട്ട് മതം മാറി ഹിന്ദുവായി സമായി തിരിച്ചു വന്ന് ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനക്കായി. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേര് ദയാസിംഹൻ, അദ്ദേഹത്തിൻ്റെ രാമസിംഹൻ. ആ സമയത്ത് നമ്മുടെ പുരോഗതിയിലുള്ള അങ്ങാടിപ്പുറത്ത് നമ്മുടെ പ്രമുഖരുടെ ആൾക്കാർ ചിന്തിച്ചിട്ട് ഒരു നല്ല നമ്പൂതിരി തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഈ ദയാസിംഹന് വാങ്ങി കൊടുത്തു. ഉണ്ണിക്കമ്പൂർ സാഹിബ് എന്നുള്ളൊരു പ്രമുഖരുണ്ടായിരുന്നു, റാവ് ബഹദൂർ. അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഈ രാമസിംഹൻ നേരത്തെ വിവാഹം ചെയ്തത്. ഈ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ സ്വാഭാവികത്തിൽ വന്നു. അതുകൊണ്ട് ഒരു ദിവസം രാത്രി അർദ്ധരാത്രി രാമസിംഹനെയും ദയാസിംഹനെയും ഈ കമലാന്തർജനത്തെയും അതേപോലെ തന്നെ കൃഷ്ണയ്യർ എന്നുള്ള ഒപ്പുവരും 4 പേരെ ഒരു കൊല ചെയ്തു. ആ സമയത്ത് ഇവരുടെ ശവം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ പോലും ഇന്ന് മദ്രാസ് ഗവൺമെൻറ്റാണ്. മദ്രാസ് ഗവൺമെൻറ് സംസ്കരിക്കാനുള്ള പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഏറ്റെടുക്കാൻ ഹിന്ദു സമുദായത്തിന് തൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്തും അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമോ ചലനമൊന്നുമില്ല. ആകെ നടന്ന് പാലക്കാടാണ്. ഭരതേടൻ പാലക്കാട് പ്രചാരക്കാരൻ. അതുകൊണ്ട് പാലക്കാട് ഹർത്താൽ ആചരിച്ചു. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ സ്ഥിതി. അതുപോലെ മണത്തണ ഒരു വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടും ആ ഒരു സമയത്ത് പ്രശ്നം. മണത്തണ പ്രശ്നം ഇന്ന് 56 അതിനു മുമ്പ് തന്നെ 56 ഈ മാർക്സിസ്റ്റ് ഗവൺമെൻറ് ഭരണത്തിലുള്ള സമയത്താണ്. അതിനുശേഷം 58 അതിനു മുമ്പ് മദ്രാസ് ഗവൺമെൻറ്റുള്ള സമയത്ത് കോഴിക്കോട് ഒരു പരിപാടി നടന്നു. ഈ പള്ളികളുടെ മുമ്പിൽ കൂടെ ഘോഷയാത്ര കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമം അന്ന് പൊതുവെ ഉണ്ടായിരുന്നു. ഭരതേടൻ പ്രജാരക്ഷത്തിൽ നിന്ന് 52 തിരിച്ചുപോയി. ആ സമയത്താണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് ബേപ്പൂരിൽ നിന്ന് കല്ലായിലേക്ക് ഒരു ദേവി വരവ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ആദ്യം നമ്മൾ അനുവാദിച്ചു, സർക്കാരിനോട് കൊടുത്തു. പക്ഷേ മുസ്ലിംസ് നമ്മൾ ഇതിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ വീണ്ടും മദ്രാസ് ഗവൺമെൻറ്റാണല്ലോ. അവർ പറഞ്ഞു പള്ളിയിലെ ആരാധനാ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം, അതുകൊണ്ട് പള്ളിയിലെ ആരാധനാ സമയത്ത് കൊണ്ടുപോകരുത് എന്നുള്ള നിലയ്ക്ക് കണ്ടീഷനായി. പക്ഷേ എന്ത് വന്നാലും ശരി പള്ളിയുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകില്ല എന്നവർ തീരുമാനിച്ചു. ഹോൾ മലബാറിൽ നിന്ന് ധാരാളം മുസ്ലിങ്ങളെ അവിടെ കൊണ്ടുപോകുക കാര്യങ്ങളൊക്കെ ചെയ്തു. പോലീസ് ഈ പ്രൊസഷൻ വന്നപ്പോൾ ഇതിനെ തടഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ അനുവാദം തന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നോട് കുത്തിയിരുന്നു. ഒരു 2 മണിക്കൂർ നേരം ഈ സമൂഹം കൊണ്ടുപോകില്ല എന്നോടിപ്പോൾ പോലീസ് തടഞ്ഞു നിൽക്കുന്നു. ഇവരിവിടെ ഇരിക്കുന്നു. പക്ഷേ മുസ്ലിംസ് ആക്കണം പറഞ്ഞു. പോലീസിൻ്റെ നേരെ കല്ലേറും
അക്രമമൊക്കെ തുടങ്ങിയപ്പോൾ പോലീസ് വെടിവെച്ചു. ആ വെടിവെപ്പിൽ 2-3 മുസ്ലിംസ് മരിച്ചു. പോലീസ് കൊണ്ടുവന്ന് തിരിച്ചു. അതോടുകൂടി വിജയമായി. ഹിന്ദുക്കളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു തൻ്റെ അടുത്തോടുകൂടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മാർക്സിസ്റ്റ് ഗവൺമെൻറ് വന്ന സമയത്താണ് ഇവിടെ ആ സമയത്തേക്ക് ഭരതേട്ടൻ ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയെടുത്തിരുന്നു. അപ്പോൾ മണത്തലയിലേക്ക് ഇവിടുന്നൊരു ഘോഷയാത്ര കൊണ്ടുപോകണം. ആ ഘോഷയാത്രനെ മണത്തന അവിടെ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് അവർ തടയാൻ തീരുമാനിച്ചു. ഏകദേശം 1 മാസത്തോളം ഈ പ്രൊസഷൻ പോകും, അവിടെ വെച്ച് തടയും, അറസ്റ്റ് ചെയ്യും, വിടും, പിറ്റേ ദിവസം പ്രൊസഷൻ പോകും. ഈ രീതിയിൽ നടന്നിരുന്നു. അവസാനം പിന്നെ നിവൃത്തിയില്ല, കോടതിയും പറയുന്നു ഈ തടയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം ഒരു മധ്യസ്ഥത എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചിരിക്കാനായിട്ട് ഇപ്പോൾ മുസ്ലിം നേതാക്കന്മാരും BR കൃഷ്ണയ്യർ എന്ന നിയമമന്ത്രിയാണ്, ജനസംഘത്തിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഘോഷയാത്ര കൊണ്ടുപോവുക, ആ ഘോഷയാത്രയിൽ 2 വാദ്യഘോഷം വേണം. പള്ളിയുടെ മുമ്പിലെത്തുമ്പോൾ മുന്നത്തിൽ നിർത്തുക, പിന്നിലത്തേക്ക് കൊട്ടിക്കൊണ്ടിരിക്കുക. ഇത് കടന്നു പോയാൽ മുന്നിലത്തേത് കൊട്ടുക, ഇത് നിർത്തുക. പള്ളിയുടെ മുമ്പിൽ വെച്ച് അടക്കിയതായിരിക്കും. അപ്പോൾ ഭരതൻ നിങ്ങൾ ഈ ബുദ്ധിയൊന്നും വേണ്ട, നമുക്ക് സ്വതന്ത്ര റോട്ടിൽ കൂടെ നടക്കുന്നതാണ്, അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമല്ല എന്നുണ്ട്. അവസാനം പോകാൻ അനുവാദമായി. മുസ്ലിങ്ങൾക്ക് കാര്യമായിട്ട് തടയാൻ സാധിച്ചില്ല. അതാണ് പിന്നീട് 57-58 ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന വർഷമാണ് നടന്നത്. ആ രീതിയിലുള്ള രണ്ടും, ഒന്ന് എതിർപ്പിനെ അതിജീവിച്ച് കൊണ്ടുപോയി, മറ്റേ എതിർപ്പിനെ നമ്മൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി നടന്നു. ഈ 2 കാര്യങ്ങളാണ്. ഭാസ്കർ റാവുജി എഴുതിയ കത്തുകളിൽ കുറേ കത്തുകൾ സേതു എന്ന് പറഞ്ഞിട്ട് കുറേ കത്തുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്നേഹത്തോടെ എങ്ങനെയായിരുന്നു ഭാസ്കർ റാവുജിയുമായിട്ടുള്ള ഭാസ്കർ റാവുമായിട്ടുള്ള ഇതെന്താ, ശരിക്കും ഭാസ്കർ റാവുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വയം സേവകരുടെയും മനസ്സിൽ അവർക്ക് അനുഭവപ്പെട്ടത് ഭാസ്കർ റാവുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്. ആ തരത്തിലുള്ളൊരു പ്രത്യേക പ്രകൃതമായിരുന്നു ഭാസ്കറിനുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ഒരു ചെറുപ്രായത്തിൽ തന്നെ പ്രചാരകനായ കാരണം ശരിക്ക് ഒരു വാത്സല്യവും സ്നേഹവും അതോടൊപ്പം മാർഗദർശനം അത് ഭാസ്കറിന് കിട്ടും. ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരോടും വളരെ ബന്ധം വയ്ക്കുന്നത് ഒരു കാർഡിൽ ചെറിയ അക്ഷരത്തിൽ അദ്ദേഹം കാർഡ് മുഴുവനുണ്ടാകും. ഇംഗ്ലീഷിലാണ് എഴുതുക. അദ്ദേഹത്തിൽ കൂടിയിട്ടാണ് ഇംഗ്ലീഷ് ഇതൊക്കെ നമ്മൾ കൂടുതൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ സമയത്താണ് മലയാളം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മാന്യ ഭാസ്കർ റാവുവിൻ്റെ നമ്മൾ നേരിട്ടുള്ളൊരു അനുഭവം, അദ്ദേഹം ഞാൻ ആലിക്കാട് പ്രചാരക്കായ സമയത്ത് അവിടെ വരുന്ന സമയത്ത് അന്നത്തെ സ്ഥിതി ഒരു മുറിയിൽ ചെറിയൊരു റൂം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രഭാത കാര്യങ്ങൾക്ക് ചെയ്യാനോ ബാക്കി കാര്യങ്ങൾക്കൊന്നും തന്നെ ടോയ്ലറ്റ്സ് ഒന്നുമില്ല അവിടെ. നമ്മൾ പറമ്പിൽ പോകണം. അപ്പോൾ നമ്മൾ പറമ്പിൽ പോകും. ഭാസ്കറിൻ്റെ സ്വഭാവം സിറ്റിയിൽ താമസിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പറമ്പിൽ പോകുന്ന സമയത്ത് വളരെ ലജ്ജയുള്ളൊരു നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പോകണം. പിന്നെ തോട്ടിൽ കുളിക്കാൻ പോകണം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളാണ്. ഡേ ടൈം മുഴുവൻ അഥവാ ഈ തരത്തിലുണ്ടെങ്കിലും അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു, രാത്രിയാകുന്ന കാത്തിരിക്കും. ഈ തരത്തിലുള്ള സിറ്റുവേഷനിൽ ഗ്രാമപ്രദേശം സഞ്ചരിച്ച് അവിടുത്തെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തികളാണ്. ഇതൊക്കെ നമ്മൾ കൺമുമ്പിൽ കാണുന്നുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് ഇത്. മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ശാഖകളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് കഥ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ശാഖയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ചില കഥകൾ പറഞ്ഞ് കേൾപ്പിക്കും. എന്നിട്ട് ആ ശാഖയിൽ ഇന്ന് സേതു കഥ പറയും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറയും. ഒരവസരത്തിൽ നമ്മുടെ കിഴക്കൻ ഭാഗത്ത് എളംകുളം എന്നുള്ള സ്ഥലത്ത് മാന്യ ഭാസ്കര വന്നു. നമ്മൾ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ബൈഠക്ക് നടത്തി. ആ ബൈഠക്കിൽ ഭാസ്കറാവിൻ്റെ ഇംഗ്ലീഷ് സ്പീച്ച് വക്കീലാണ്, പാസ്സായിട്ടുള്ള ആളെന്നാണ് എന്നൊക്കെ പറഞ്ഞോടുകൂടി എല്ലാവർക്കും വലിയ ഇമ്പ്രഷനായി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു മഞ്ഞപ്പള്ളി രാമകൃഷ്ണനുള്ള എന്നൊരു വ്യക്തി, അദ്ദേഹം സാധാരണ കുറച്ചൊരു പൈസ ചിലവ് പിശിക്കാനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരിക്കൽ മന്നം കളക്ഷന് വേണ്ടി വന്നപ്പോൾ നല്ല ജന്മിയും കാര്യങ്ങളൊക്കെയാണ്. അതൊരു 10-50 രൂപ കൊടുക്കാൻ പോയപ്പോൾ മഞ്ഞപ്പള്ളി രാമകൃഷ്ണൻ ഞാൻ 50 രൂപ വാങ്ങിച്ചെന്ന് വാങ്ങിച്ചാൽ നാട്ടുകാരെ എന്നെ കുറ്റപ്പെടുത്തും എന്നോ മറ്റോ പറഞ്ഞപ്പോൾ എന്നാൽ ശരി പോകാം.
അവർക്ക് വേണ്ടി ആഹാരമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അന്ന് ആ പറഞ്ഞിട്ടുള്ള അധികം ആഹാരം കൂടി കഴിക്കാതെ പോയി എന്നൊക്കെയാണ്. ആ തരത്തിലുള്ളൊരു വ്യക്തി അദ്ദേഹം ഒരു പോക്കറ്റിൽ നിന്ന് ഒരു 50 ഉറുപ്പിക എടുത്തിട്ട് ഭാസ്കരമാണ് ഇത് വഴിയെ യാത്രയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ തയ്യാറായി. ഭാസ്കരറാവ് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിപ്പോൾ തൽക്കാലത്തെ പൈസ വേണ്ട, യാത്രയ്ക്കൊക്കെ പൈസ ഉണ്ട്, സംഘത്തിന് ആവശ്യമുള്ള സമയത്ത് ഞാൻ വരും, ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ തയ്യാറായാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പൈസ കൊടുത്തിട്ട് വേണ്ടെന്ന് പറയുന്ന ഒരു അനുഭവം ആദ്യമായിട്ട് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് പിന്നീട് നമ്മൾ സംഘത്തിൻ്റെ പ്രവർത്തനം 2-3 വർഷം കഴിഞ്ഞപ്പോൾ OTC നടക്കുന്നുണ്ട്, 30 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ്. ആ ട്രെയിനിങ് ക്യാമ്പിന് വേണ്ടി കുട്ടികളൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് അവർക്കുള്ള മുഴുവൻ പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല. അവരുടെ ക്യാമ്പ് ഫീസിന് അന്ന് ട്രിച്ചനപ്പള്ളിയിലൊക്കെയാണ് OTC. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ പൈസ വേണം. അപ്പോൾ നമ്മൾ പ്രമുഖരായിട്ടുള്ള എൽഡേഴ്സിനെ കണ്ടിട്ട് നാളത്തെ സംഘം വളർത്താനായിട്ട് ഈ ഇവരെ അയക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഭാസ്കർ എൻ്റെ കയ്യിലൊരു കത്ത് തന്നു, മഞ്ഞപ്പള്ളി പോയി കണ്ടാൽ മതി. റാവു തന്നയച്ചാണെന്ന് പറഞ്ഞത് ഉടനെ തന്നെ 50 ഉറുപ്പിക എഴുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് 3 പേര് പോകുന്നുണ്ട്, 3 പേരുടെ ഒരു ദിവസത്തെ ക്യാമ്പ് ഫീസ് അത് ഒരു മാസം 30 ഉറുപ്പികയാണ്, അപ്പോൾ ഒരു 100 ഉറുപ്പിയെങ്കിലും ആകുമോ അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പോയിട്ട് ഒരു 50 ഉറുപ്പിക കൊടുത്തു തന്നു. അപ്പോൾ ആ രീതിയിൽ അത്രയും ഇമ്പ്രഷൻ ഈ ആൾക്കാരെ. പിന്നെ ഭാസ്കരറാവിൻ്റെ ലൈഫ് വളരെ സിമ്പിളും നമ്മുടെ കൂടെ സർവ്വസാധാരണ പോലെ നടക്കുന്നു. 1948-ലും 1975-ലൊക്കെ കേരള വ്യാപകമായിട്ട് നിരോധന കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ സമയത്ത് മുഴുവൻ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ചുമതല ഭാസ്കരറാവിനെ കൊണ്ട് സർവ്വസാധാരണക്കാരെ പോലെ സഞ്ചരിച്ച് എല്ലാവരുടെ മനസ്സിൽ ഏത് സ്വയംസേവൻ്റെ വീട്ടിലും അവർ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാസ്കരറാവിൻ്റെ സ്നേഹം അത് അവർക്ക് ജീവിതത്തിൽ എന്നും മനസ്സിലായി. കത്തുകളിൽ കൂടിയിട്ട് ഒരാഴ്ച 2-3 കത്തുകളും കിട്ടും. മുൻകൂട്ടി കണ്ടറിഞ്ഞ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ആലപ്പുഴ പ്രചാരക്കാണ്. ആ സമയത്ത് പൂന്തൻ നമ്മുടെ താലൂക്കിൻ്റെ പ്രചാരക്കാണ്. ഞങ്ങൾ ഒരുവരും കൊണ്ട് വന്ന സമയത്ത് ശബരിമലയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. നേരത്തെ പ്ലാൻ ചെയ്തു. ഇതെങ്ങനെയോ ഭാസ്കരറാവ് പറഞ്ഞു. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഭാസ്കരറാവ് കറക്റ്റായിട്ട് അവിടെ എത്തി. ഭാസ്കരറാവ് നമുക്ക് പോകാൻ നിവൃത്തിയില്ല. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ മാന്യ ഭാസ്കരറാവ് പറഞ്ഞു, അങ്ങനെ പ്രചാരകന്മാർ അവരുടെ ഇഷ്ടം അനുസരിച്ച് പോകരുത്, സംഘത്തിൻ്റെ അധികാരികളൊക്കെ സംസാരിച്ചിട്ട് ഒരു വ്യവസ്ഥയുണ്ട് എന്നൊക്കെ വളരെ സൗമ്യമായിട്ട് നമ്മളെ പോകാതിരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് കൃത്യസമയത്ത് അദ്ദേഹം എത്തി. ഈ തരത്തിലുള്ള കറക്ഷനും അവരുടെ മനസ്സിലും കാര്യങ്ങളും വേദന ഉണ്ടാക്കാതെ ദിശ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്.